ഹലോ ഗൈസ്, അങ്ങനെ നമ്മളത് തഞ്ചാവൂരിലെ പൂണ്ടിമാതാവ് ചർച്ചിലേക്ക് എത്തിയിട്ടാ. ഇവിടെ ശരിക്കും നമ്മൾ വന്നിറങ്ങുമ്പോഴേ വേളാങ്കണ്ണിയിൽ ഇറങ്ങുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് തോന്നുക. തഞ്ചാവൂരിലാണ് ഏകദേശം 33 കിലോമീറ്റർ ആണ് കേട്ടോ പൂണ്ടിമാതാവ് ചർച്ചിലേക്ക് വരുന്ന ദൂരം. പാർക്കിംഗ് സൗകര്യമൊക്കെ നന്നായി കാണുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ പൂണ്ടിമത ദേവാലയം 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ളതാണ് കേട്ടോ. 1950 നടന്നൊരു അത്ഭുതമാണ് കേട്ടോ. മാതാവിന്റെ പൂട്ടിയിട്ടിരിക്കുന്ന പള്ളിയിലാണ് ഒരു അത്ഭുതകരമായ ഒരു പ്രകാശം ദർശിച്ചത്. തുറന്നു ചെന്ന് നോക്കിയപ്പോൾ അവിടെ തീയോ വിളക്കോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു വെളിച്ചം പല ദിവസങ്ങളിലായിട്ട് കാണാനിടയായി. ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചം മാതാവിന്റെ അത്ഭുത വെളിച്ചമായിട്ടാണ് കേട്ടോ ഇവിടെ അറിയപ്പെടുന്നത്. ആ കാലത്ത് ഉണ്ടായിരുന്ന പള്ളി വളരെ ജീർണാവസ്ഥയിലായിരുന്ന ഒരു പഴയ പള്ളിയായിരുന്നു. ഒന്ന് നന്നാക്കാൻ പോലും ഒരു സാമ്പത്തിക മാർഗം അവർക്കുണ്ടായിരുന്നില്ല. ഫാദർ പൂണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ആന്തരിക ശബ്ദത്തിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് പള്ളിയുടെ മധ്യ മേൽപ്പൊരു പ്രത്യേക ദിവസത്തിലും സമയത്തിലും നിലം പതിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ആ പ്രവചനം സത്യമാവുകയും സംഭവിക്കുകയും ചെയ്തു. 1964 ഈ പള്ളിയുടെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. വീഡിയോസും ഫോട്ടോസൊന്നും പാടില്ല എന്നുള്ളത് എനിക്ക് ചെറു പേടി കാരണമാണ് കേട്ടോ ഞാൻ എടുക്കാത്ത. അധികം ജസ്റ്റ് ഇവിടെ നിന്ന് എടുക്കണം കേട്ടോ. ചെറുതായിട്ട് തമിഴ് വായിക്കറിയാം കേട്ടാ. മരിയെ വാഴുക എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടാ. പള്ളിയുടെ താഴിക്കുടത്തിനുള്ളിലാണ് കേട്ടോ പൂണ്ടിയിലെ അത്ഭുത സ്ത്രീയുടെ പ്രതിമ, അതായത് മാതാവിന്റെ പ്രതിമ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ. ലൂർദ് മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം ഫ്രാൻസിൽ പൂർത്തിയാക്കിയ 3 പ്രതിമകളിൽ ഒന്നാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന പ്രതിമ. ഇവിടുത്തെ നേർച്ച ഞാൻ കണ്ടുവന്നത് കല്ലുപ്പും കുരുമുളകും അരിയാണ് കേട്ടോ. ക്രിസ്തു ക്രൂശിക്കപ്പെട്ട യഥാർത്ഥ കുരിശിന്റെ തിരുശേഷിപ്പാണ് കേട്ടോ കാണുന്നത്. നമുക്ക് ആരാധന സ്ഥലത്ത് ഒന്ന് കയറാട്ടോ. പൂണ്ടിമാതാ പള്ളിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ചിൽഡ്രൻസ് പാർക്ക്. അതിൻ്റെ ഉള്ളിലാണ് ശവക്കൊട്ടയുള്ളത്. അതിൻ്റെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നടക്കണം.